അപകടത്തിൽപ്പെട്ട ക്രിമിനൽ കേസ് പ്രതികളെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചതിന്റെ പേരിൽ 19കാരനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചതായി പരാതി. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകര സ്വദേശിയായ പയസും മാതാവ് സരിതയുമാണ് ആളൂർ പോലീസിനെതിരെ തൃശൂർ റൂറൽ എസ്.പിക്ക് പരാതി നൽകിയത്. സംഭവത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ചൊവ്വാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കുട ആളൂരിലെ വയനാടൻ ബിരിയാണിക്കടയിൽ വെച്ച് കനാൽപ്പാലം സ്വദേശികളായ യുവാക്കളും തറയിലക്കാട് സ്വദേശികളും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. സംഘർഷത്തിനിടെ തറയിലക്കാട് സ്വദേശികളായ നിഗിൻ, അഭിറാം, കിരൺ ബാബു എന്നിവരെ ആളൂർ സ്വദേശികളായ സനീഷ്, ബെഞ്ചമിൻ എന്നിവർ ചേർന്ന് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ നിഗിന് പരിക്കേറ്റതോടെ ഇവർ ബൈക്കുമായി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടു. ഇതിനിടെയാണ് ഇരിങ്ങാലക്കുട കല്ലേറ്റുംകര സ്വദേശിയായ പയസ് എന്ന 19കാരൻ റോഡിൽ പരിക്കേറ്റ് കിടക്കുന്ന യുവാക്കളെ കാണുന്നത്. ഇവരെ ആശുപത്രിയിലാക്കാൻ എത്തിയ ആംബുലൻസ് ഡ്രൈവർ പയസിനോട് സഹായം തേടുകയായിരുന്നു. യുവാക്കളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ക്രിമിനൽ കേസ് പ്രതികളായ ഇവരെ തേടി ആളൂർ പോലീസ് എത്തി. പരിക്കേറ്റവർക്കൊപ്പമുള്ളയാളാണെന്ന് കരുതി പോലീസുകാർ പയസിനെ തടഞ്ഞുവെച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് പരാതി. പോലീസുകാർ വന്നിട്ട് ആദ്യം പിടിച്ചത് തന്നെയാണ്, നീ ഇവരുടെ കൂടെ വന്നാലെന്ന് ചോദിച്ചിട്ട് അവരെന്നെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ഫോൺ അവർ മേടിച്ചു വെച്ചു. ഇവരെന്നോട് ചോദിച്ചു, നീ എത്ര മെലിഞ്ഞിരിക്കണേ, നീ MD മെഡിക്കലിലെ കഞ്ചാവ് മെഡിക്കലിലെ നിൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കണ്ടല്ലോ, കണ്ടറിയാന്ന് പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ചെയ്തോളാം പറഞ്ഞപ്പോഴും ഇവർ തന്നെ പറയണേ, നിന്നെ കണ്ടറിയാന്നാണ്. സംഭവത്തിന് പിന്നാലെ പയസിന്റെ മാതാവ് ഫോൺ വിളിച്ചു. എന്നാൽ കാര്യങ്ങൾ വിശദീകരിക്കാനോ തന്നോട് സംസാരിക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്ന് സരിത പറയുന്നു. പയസിന്റെ ചിത്രം ഫോണിൽ പകർത്തിയ ശേഷം ഇത് പ്രചരിപ്പിച്ചെന്നും പയസ് ലഹരിക്കടിമയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നും സരിത പറയുന്നു. പോലീസ് നടപടി ഇവർ ചോദ്യം ചെയ്യുകയും മറ്റൊരു ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ചെയ്തതോടെ പയസിനെ വിട്ടയക്കുകയായിരുന്നു. ഒരു രാത്രി 8 മണിയായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അവനെ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ട് എന്തേലും ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറയണം, അവൻ്റെ ഫോട്ടോ കറങ്ങി നടക്കണ്ടല്ലോ. ഇവനെ പോലീസുകാർ ഫോട്ടോ എടുത്തേക്കാണ് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. എന്നിട്ട് ആ ഫോട്ടോ അവർ പലർക്കും കൊടുത്തേക്കുക, ഈ ആളെ അറിയുമോ എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ട്. ഞങ്ങളുടെ അവിടെ മൊത്തം ഓട്ടോറിക്ഷക്കാരനാണ് എനിക്ക് തന്നെ ഉണ്ട് ആ ഫോട്ടോ. എനിക്കത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. മകന് നേരിട്ട മാനസിക പീഡനവും പോലീസിന്റെ സമീപനവും അംഗീകരിക്കാനാവില്ലെന്നാണ് സരിത പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ തൃശൂർ റൂറൽ പോലീസ് മേധാവി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ യുവാവിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ആ പയസ് എന്ന് പറഞ്ഞ കുട്ടിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിലാണ് പോലീസിനെതിരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. കൃത്യമായിട്ട് ഈ കേസിൻ്റെ വിവരങ്ങൾ ഈ പയ്യൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു പോലീസ് ചെയ്തിട്ടുണ്ടായത്. അപകടത്തിൽപ്പെട്ട പ്രതികൾ 2 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് മലയാളം, തൃശൂർ.